ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച മടങ്ങിയെത്തിയിരുന്നു. വെടിനിർത്തൽ കരാറിനായിട്ടുള്ള ഈ ഫലം കാണാതെ പോയ ചർച്ചകളുടെ നിജസ്ഥിതി അദ്ദേഹം പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്ന് ടെലിഫോണിൽ വിളിക്കുകയും ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള കരാർ ഗൗരവത്തിലെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഗസയിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് ഹമാസിന്റെ തടങ്കലിലുള്ള ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് ബൈഡൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് കെയ്റോയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണെന്നും നെതന്യാഹുവിനോട് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മാസങ്ങളായി പ്രയത്നിക്കുകയാണ് ഗസയിലെ യുദ്ധമൊന്ന് അവസാനിപ്പിക്കുവാൻ. അടുത്ത കാലത്തായി ഇറാനിൽ നിന്നും അവർ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി ഗ്രൂപ്പുകളിൽ നിന്നും ഇസ്രയേലിനുള്ള ഭീഷണിയെക്കുറിച്ചും ഇരു നേതാക്കളും ഇന്ന് ചർച്ച ചെയ്തു. ഇതിനെ പ്രതിരോധിക്കുവാനായി അമേരിക്ക വലിയ തോതിലുള്ള ഒരു സൈനിക വിന്യാസം തന്നെ പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുണ്ട്. അതേസമയം ഗസയിലെ യുദ്ധവിരാമ കരാറിൽ ഹമാസ് മേധാവി യഹ്യ സിൻവറിനെ ഇസ്രയേൽ വധിക്കില്ല എന്ന വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട്. ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ സൂത്രധാരൻ എന്ന നിലയ്ക്ക് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്ന സിൻവർ 10 മാസമെത്തിയ യുദ്ധത്തിനിടെ നിരവധി തവണ ഇസ്രയേലി സേനയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ വധിക്കപ്പെട്ടതിന് ശേഷമാണ് ജൂലൈയിൽ സിൻവർ ഹമാസിന്റെ തലവനായത്. ഇസ്രയേലിനെതിരെ പൊരുതി മരിക്കുന്നത് രക്തസാക്ഷിത്വമാണെന്ന് പറയുന്ന യഹ്യ എന്നാൽ സംഘടനയെ നയിക്കുവാൻ തന്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് തന്നെ കൊല്ലരുതെന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ ഇസ്രയേൽ അംഗീകരിച്ചാൽ വെടിനിർത്തൽ സാധ്യമാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വശത്ത് ഇസ്രയേലിന്റെ നാശം വരെ പോരാട്ടം തുടരുക എന്ന് അണികളോട് ആഹ്വാനം ചെയ്ത യഹ്യ സിൻവാർ ഹമാസ് തലവനായതിനു ശേഷം യുദ്ധവിരാമത്തിന് വേണ്ടി ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ മധ്യസ്ഥരോട് തിരക്ക് കൂട്ടിയതായിട്ടും പറയപ്പെടുന്നു. ഗസയിലെ ചില ഭാഗങ്ങൾ ഇസ്രയേലി സേന നിയന്ത്രിക്കും എന്ന വ്യവസ്ഥ ഹമാസിന് അംഗീകരിക്കുവാൻ സാധിക്കില്ല. പൂർണ്ണമായ പിന്മാറ്റമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. നെതന്യാഹുവുമായി സംസാരിക്കുമ്പോൾ ജോ ബൈഡനോടൊപ്പം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും ഉണ്ടായിരുന്നതായി വൈറ്റ് ഹൗസ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന ആന്റണി ബ്ലിങ്കൻ പറയുന്നത് അനുസരിച്ച് ഇസ്രയേലിന് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുവാൻ ഒരുവിധം സമ്മതമായിട്ടുണ്ട്. എന്നാൽ ഹമാസ് കൂടി യെസ് പറഞ്ഞാൽ ഈ കരാർ നടപ്പിലാക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും. ഇനി 109 ബന്ദികൾ ഹമാസിന്റെ തടങ്കലിൽ ഉണ്ടെന്നാണ് ഒരു കണക്ക്. ഇതിൽ 36 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രയേൽ കരുതുന്നു. 10 മാസം പിന്നിടുന്ന ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ചർച്ചകൾ പല തവണയാണ് നടന്നത്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് എല്ലായ്പ്പോഴും. കെയ്റോയിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന പ്രതീക്ഷയോടെ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.